ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ കോൺഗ്രസിനെ കൂടുതൽ പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. കോൺഗ്രസിന്റെ യുവ നേതാക്കളിൽ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. എന്നാൽ അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇപ്പോൾ കോൺഗ്രസിന് തന്നെ വിനയാകുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. കഴിഞ്ഞ ദിവസമായിരുന്നു പത്മജ വേണുഗോപാൽ, കെ കരുണാകരന്റെ മകളും അതുപോലെ KPCC ജനറൽ സെക്രട്ടറിയുമായിട്ടുള്ള പത്മജ വേണുഗോപാൽ കോൺഗ്രസ് പാർട്ടി ഉപേക്ഷിച്ച് BJP-യിലേക്ക് ചേരുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഇതിനോട് പ്രതികരിച്ച് നിരവധി നേതാക്കളൊക്കെ രംഗത്ത് വരികയും വിമർശനം ഉന്നയിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. എന്നാൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞ ചില വാക്കുകൾ ഇപ്പോൾ വലിയ വിവാദത്തിലേക്കാണ് വഴിവെച്ചിരിക്കുന്നത്. മാത്രമല്ല, ഇത് കോൺഗ്രസിനെ തന്നെ വലിയ രീതിയിൽ ബാധിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തി നിൽക്കുകയാണ്. ഇപ്പോൾ മുഴുവൻ കോൺഗ്രസ് നേതാക്കളെയും പാർട്ടിയെയും നാണം കെടുത്തുന്ന തരത്തിലായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ പ്രതികരണം. ഒരു കോൺഗ്രസ് പ്രവർത്തകൻ എന്ന നിലയിൽ വലിയ വിഷമമുള്ള കാര്യമാണ്. മുൻപൊരിക്കെ ലീഡർ കെ കരുണാകരൻ പാർട്ടി വിടുന്നതിനെ പറ്റി ആലോചിച്ചപ്പോൾ അന്ന് പത്മജ പറഞ്ഞത്, എൻ്റെ അച്ഛനാണ് കോൺഗ്രസ് ഉണ്ടാക്കിയത്, ഞാൻ തന്തയ്ക്ക് പിറന്ന മകളാണെന്നാണ്. ഇന്ന് ഞാൻ ചോദിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു, ഇന്ന് പത്മജയെ കേരളീയ പൊതുസമൂഹം വിശേഷിപ്പിക്കേണ്ടത് തന്തയ്ക്ക് പിറന്ന മകളെന്നാണോ, തന്തയെ കൊന്ന സന്താനം എന്ന പേരിലാണോ പത്മജയെ വിശേഷിപ്പിക്കേണ്ടത് എന്ന ചോദ്യമാണ് ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്. ലീഡർ കരുണാകരൻ്റെ, അദ്ദേഹം കോൺഗ്രസ് പാർട്ടി ഉണ്ടാക്കിയ മനുഷ്യനാണ്. ഇന്ന് ഞാനും ഇവിടെയുള്ളവരും ഒക്കെ അനുഭവിക്കുന്ന സൗഭാഗ്യങ്ങൾ ഈ പാർട്ടിക്ക് ഉണ്ടാക്കിയ മനുഷ്യനാണ്. അദ്ദേഹത്തിൻ്റെ ചോരയും വിയർപ്പുമാണ് ഈ പാർട്ടി. പക്ഷെ അദ്ദേഹം പാർട്ടിയോട് കലഹിച്ച് പാർട്ടി വിട്ടു പോയിട്ടുണ്ട്. പാർട്ടി വിട്ടു പോകുമ്പോൾ പോലും അദ്ദേഹം ഉയർത്തിപ്പിടിച്ച മതേതര പാരമ്പര്യത്തിന് ഒരു കോട്ടവും അദ്ദേഹം വരുത്തിയിട്ടില്ല. എല്ലാ മലയാള മാസവും 1-ാം തീയതി ഗുരുവായൂർ അമ്പലത്തിൽ ക്ഷേത്ര ദർശനത്തിന് പോകുന്ന കരുണാകരൻ കേരളത്തിലെ ബാക്കി എല്ലാ മതസ്ഥരുടെയും ഏറ്റവും വിശ്വസ്തനായ നേതാവായിരുന്നു. അത് ഇസ്ലാം മതവിശ്വാസികളുടേതാകട്ടെ, ക്രൈസ്തവ മതവിശ്വാസികളുടേതാകട്ടെ, മതമില്ലാത്തവരുടേതാകട്ടെ, അവരുടെ എല്ലാം ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള നേതാവായിരുന്നു കരുണാകരൻ. ആ കരുണാകരൻ്റെ മതേതര പാരമ്പര്യത്തെ ഒരു ചാണകക്കുഴിയിൽ കൊണ്ടുവന്ന് തള്ളാൻ കെ കരുണാകരൻ, കോൺഗ്രസ് വിട്ടേക്കൂ, കെ കരുണാകരൻ എന്ത് പാതകമാണ് പത്മജ വേണുഗോപാലിനോട് ചെയ്തത് എന്ന് അവർ തന്നെയാണ് പറയേണ്ടത്. അതുകൊണ്ട് പത്മജയോട് അവർക്ക് ഇഷ്ടമുള്ള പാർട്ടി പോയിക്കോട്ടെ, നമുക്ക് പരാതിയില്ല. പത്മജ പോകുമ്പോൾ ഇന്ന് കെ മുരളീധരൻ്റെതായിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റ് വന്നിട്ടുണ്ട്, ഇനി അവരുമായിട്ട് ബന്ധമില്ലെന്ന്. പത്മജ പോകുമ്പോൾ ഉറപ്പിച്ച് ഞാൻ പറയുന്നു, BJP-ക്ക് കിട്ടാൻ പോകുന്നത് അധികത്തിൽ ഒരു വോട്ടും ഇല്ലെന്ന് പറയുന്നില്ല, ഒരു വോട്ട് കൂടിയാണ്. അത് പത്മജയുടെ വോട്ടാണ്. അവർ ചെയ്യുമെങ്കിൽ, അതല്ലാതെ ഒരു വോട്ടും പത്മജയുടെ പേരിൽ BJP-ക്ക് കിട്ടാൻ പോകുന്നില്ല. പക്ഷേ പത്മജയോടുള്ള അഭ്യർത്ഥന, നിങ്ങൾ BJP-യുടെ നേതാവെന്നോ. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം പാർട്ടി ഉപേക്ഷിച്ച് നേതാക്കൾ പോകുന്നത് ഒരു പുതിയ സംഭവമൊന്നുമല്ല. ഇതിനു മുൻപും നിരവധി MLA-മാരും MP-മാരും ഒക്കെ തന്നെ പാർട്ടി ഉപേക്ഷിച്ച് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തു വരുന്ന ഈ ഒരു സാഹചര്യത്തിൽ നിരവധി നേതാക്കൾ പാർട്ടി വിട്ട് BJP-യിലേക്ക് പോകുന്ന കാഴ്ചയും ഏവരും കണ്ടതാണ്. എന്നിരുന്നാൽ പോലും ഇത്തരത്തിൽ കെ കരുണാകരന്റെ മകൾ പാർട്ടി ഉപേക്ഷിച്ച് BJP-യിൽ ചേർന്നു എന്നൊരു വാർത്ത വന്നതിന് ശേഷം രാഹുൽ മാങ്കൂട്ടത്തിൽ ഇത്തരത്തിൽ ഒരു സ്ത്രീയെ അധിക്ഷേപിക്കുന്ന തരത്തിൽ സംസാരിക്കേണ്ട ആവശ്യമുണ്ടായിരുന്നോ എന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയർന്നു കേൾക്കുന്നത്. ഇന്ത്യ എന്ന രാജ്യത്ത് ജീവിക്കുന്ന ഏതൊരു വ്യക്തിക്കും തന്റെ രാഷ്ട്രീയം തിരഞ്ഞെടുക്കാനുള്ള അവകാശമുണ്ട്, അത് ഭരണഘടന അനുവദിക്കുന്നുമുണ്ട്. എന്നിരുന്നാൽ പോലും ഇത്തരത്തിൽ ഒരു സ്ത്രീ പാർട്ടി ഉപേക്ഷിച്ച് പോകുന്നു, അതും ഒരു നേതാവിന്റെ മകൾ പാർട്ടി ഉപേക്ഷിച്ച് പോകുന്നു എന്ന ഒരു സാഹചര്യം വരുമ്പോൾ അവരെ വ്യക്തിഹത്യ ചെയ്യുന്ന വിധത്തിലുള്ള പരാമർശങ്ങൾ നടത്തുന്നത് തികച്ചും കോൺഗ്രസിന് തന്നെ ഒരു നാണക്കേടുണ്ടാക്കുന്ന വിധത്തിലേക്കാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിന്റെ വാക്കുകൾ കാരണം ഇപ്പോൾ അദ്ദേഹം തന്നെ വെട്ടിലാകുന്ന അവസ്ഥയാണ് ഉണ്ടായിരിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കടുത്ത വിമർശനവുമായി പത്മജ വേണുഗോപാൽ തന്നെ നേരിട്ട് രംഗത്തെത്തിയിരിക്കുകയാണ്. അദ്ദേഹത്തിനെതിരെ കേസ് കൊടുക്കുമെന്ന് തന്നെയാണ് പത്മജ പറഞ്ഞിരിക്കുന്നത്. നേരത്തെ തന്നെ പത്മജ വേണുഗോപാൽ BJP-യിലേക്ക് ചേരും എന്ന തരത്തിലുള്ള അഭ്യൂഹങ്ങളെല്ലാം നിലനിന്നിരുന്നതാണ്. ഇത് പത്മജ തള്ളിക്കളയുകയും ചെയ്തിരുന്നു. ഇതിനുശേഷമാണ് ഇപ്പോൾ തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ പത്മജ വേണുഗോപാൽ BJP എന്ന പാർട്ടിയിലേക്ക് ചേരുന്നത്. ഇത് പല നേതാക്കളെയും കടുത്ത അതൃപ്തിയിലേക്ക് നയിച്ചതുമാണ്. എന്നിരുന്നാൽ പോലും ഇത്തരത്തിൽ, അതും കോൺഗ്രസിന്റെ ഒരു യുവ നേതാവായ രാഹുൽ മാങ്കൂട്ടത്തിനെ പോലെ മാധ്യമ ശ്രദ്ധ നേടിയ ഒരു വ്യക്തി ഇത്തരത്തിൽ ഒരു പൊതുസമൂഹത്തിന് മുന്നിൽ വന്ന് പത്മജ വേണുഗോപാലിനെ
പോലെ അറിയപ്പെടുന്ന ഒരു നേതാവിനെ, അതും സ്വന്തം പാർട്ടിയിൽ ഇത്രയും വർഷം പ്രവർത്തിച്ചിരുന്ന ഒരു നേതാവിനെ ഇത്രയും മോശമായ രീതിയിൽ വിമർശിക്കുന്നത് പാർട്ടിക്ക് തന്നെ ദോഷം ചെയ്യുന്നതാണ്. പ്രത്യേകിച്ച് ഈ തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഈ ഒരു സമയത്ത് തന്നെ ഇത്തരത്തിൽ കോൺഗ്രസിന് വിനയാവുന്ന തരത്തിലുള്ള രാഹുലിന്റെ പരാമർശങ്ങളെല്ലാം തന്നെ തിരഞ്ഞെടുപ്പിനെ ബാധിക്കുന്നതാണ്. പത്മജ വേണുഗോപാൽ പറഞ്ഞതുപോലെ രാഹുൽ മങ്കൂട്ടത്തിനെതിരെ ഒരു കേസ് കൊടുക്കുകയാണെങ്കിൽ പോലും അത് ബാധിക്കുക രാഹുൽ മങ്കൂട്ടത്തിൽ എന്ന യുവ നേതാവിനെ മാത്രമല്ല, കോൺഗ്രസ് എന്ന പാർട്ടിയെ കൂടിയാണ്. തികച്ചും പാർട്ടിയെ നാണം കെടുത്തുന്ന തരത്തിലുള്ളൊരു നിലപാടാണ്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള വാക്കുകളാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഉപയോഗിച്ചത്. എന്നാൽ രാഹുലിന്റെ വാക്കുകൾ ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള വിവാദങ്ങൾ സൃഷ്ടിച്ചിട്ട് പോലും അദ്ദേഹം ഒരു തരത്തിലുള്ള ഖേദപ്രകടനമോ അല്ലെങ്കിൽ ഈ ഒരു വിഷയത്തോട് പ്രതികരിച്ചുകൊണ്ട് ഇതുവരെ രാഹുൽ മാങ്കൂട്ടത്തിൽ രംഗത്ത് വന്നിട്ടില്ല. എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഇത്തരത്തിലുള്ള ഒരു പ്രതികരണം അദ്ദേഹത്തിന് മാത്രമല്ല കോൺഗ്രസിനെ മൊത്തത്തിൽ പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ്.